सहना भवतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്തേ എവ്രി വൺ, ഇറ്റ്സ് മീ മുകേഷ് കൃഷ്ണൻ. നമ്മുടെ കഴുത്തു മുതൽ കാൽവിരലിൻ്റെ അഗ്രഭാഗം വരെയുള്ള എല്ലാ ഭാഗങ്ങളെയും ഒരുപോലെ ആക്ടിവേറ്റ് ചെയ്യിച്ചു കൊണ്ടുവരുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. അതായത് സൂക്ഷ്മ വ്യായാമം. നമ്മൾ ഏതൊരു യോഗാസന പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിലും അതുപോലെ മറ്റേതൊരു എക്സസൈസ് ചെയ്യുകയാണെങ്കിലും നമ്മുടെ മസിൽസിനെയൊക്കെ ലൂസൻ ചെയ്യിച്ചു കൊണ്ടുവരേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്, പ്രത്യേകിച്ചും തുടക്കക്കാരാകുമ്പോൾ. അപ്പോൾ അതെങ്ങനെ പ്രാക്ടീസ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. സൂക്ഷ്മ വ്യായാമം പ്രാക്ടീസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ബ്രീത്തിങ്ങും കോൺസെൻട്രേഷനും അതുപോലെ തന്നെ അവെയർനെസ്സും ഒരുപോലെ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ കണ്ണുകളടച്ച് സാവധാനം ബ്രീത്തിങ്ങിലേക്ക് പരിപൂർണമായും ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കണം ഒരു സൂക്ഷ്മ വ്യായാമം പ്രാക്ടീസ് ചെയ്യുന്നത്. കംഫോർട്ടബിളായ ഏതെങ്കിലും ഒരു പൊസിഷനിൽ ഇരിക്കുകയോ നിൽക്കുകയോ ചെയ്ത് ഈ ഒരു പ്രാക്ടീസ് ആരംഭിക്കാവുന്നതാണ്. ഇരുന്നാണ് പ്രാക്ടീസ് ചെയ്യുന്നുള്ളതെങ്കിൽ ഏതെങ്കിലും മുദ്ര സ്വീകരിക്കുകയോ സ്വീകരിക്കാതെ സാധാരണ രീതിയിൽ ഇരിക്കുകയോ ചെയ്യാവുന്നതാണ്. ഇതിലുള്ള ഓരോ മൂവ്മെൻറ്റ്സും നമുക്ക് 5 മുതൽ 10 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ആദ്യമായി നടു നിവർന്നിരുന്ന് ശ്വാസം ഉള്ളിലേക്കെടുത്ത് ശ്വാസം സാവധാനം പുറന്തള്ളുമ്പോൾ നമ്മുടെ താടി നെഞ്ചിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ സാവകാശം ശ്വാസം പുറത്തോട്ട് വിടുക. ഇത് കഴിഞ്ഞ് ശ്വാസം ഉള്ളിലേക്കെടുക്കുമ്പോൾ നമ്മുടെ കഴുത്ത് മുകൾ ഭാഗത്തേക്ക് തല തിരിക്കുകയും അത് കഴിഞ്ഞ് സാവധാനം എക്സെയിൽ ചെയ്തുകൊണ്ട് വീണ്ടും നമ്മുടെ ചിൻ ചെസ്റ്റിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ കൊണ്ടുവരിക. അഗെയിൻ റിപ്പീറ്റ്. ഇൻഹേൽ and slowly exhale. Once again, breathe in and slowly breathe out. Make sure the concentration is on the breath. Once again, breathe in. Stretch maximum and exhale. Touch your chin on the chest level. Once again, breathe in and exhale. Now relax. അടുത്തതായി ശ്വാസം എടുത്തതിന് ശേഷം ശ്വാസം പുറന്തള്ളുമ്പോൾ പതിയെ കഴുത്ത് വലതുഭാഗത്തേക്ക് ടേൺ ചെയ്യുകയും അത് കഴിഞ്ഞതിന് ശേഷം ശ്വാസം എടുത്തുകൊണ്ട് കഴുത്ത് സെൻറ്റർ ഭാഗത്തേക്ക് കൊണ്ടുവരികയും ചെയ്യുക. വീണ്ടും ശ്വാസം പുറന്തള്ളിക്കൊണ്ട് നമ്മുടെ ഇടതുഭാഗത്തേക്ക് കഴുത്ത് തിരിക്കുകയും ശ്വാസം എടുത്തുകൊണ്ട് സെൻറ്റർ ഭാഗത്തേക്ക് വരികയും ചെയ്യുക. വീണ്ടും എക്സേൽ and inhale and coming back to center. Again exhale to the left and come back with inhalation to the center. Once again exhale and inhale to the center. Exhale to the left side. Inhale to the center. Exhale to the right side. Inhale to the center. Breathe out to the left side. Breathe in to the center. Again exhale to the right side and breathe in to the center. Exhale to the left side and come back to the normal position. അടുത്തതായി ശ്വാസം എടുത്തതിന് ശേഷം
ശ്വാസം പുറന്തള്ളുമ്പോൾ കഴുത്ത് വലതുഭാഗത്തേക്ക് ബെൻഡ് ചെയ്യുകയും അതുപോലെ ശ്വാസം എടുത്തുകൊണ്ട് കഴുത്ത് നേരെ സെൻറ്റർ ഭാഗത്തേക്ക് കൊണ്ടുവരിക. വീണ്ടും ശ്വാസം പുറന്തള്ളുമ്പോൾ ഇടതുഭാഗത്തേക്ക് ബെൻഡ് ചെയ്യുകയും ശ്വാസം എടുത്തുകൊണ്ട് സെൻറ്റർ ഭാഗത്തേക്ക് വരികയും ചെയ്യുക. Exhale and bend towards right side. With inhalation, come to the center. Again, exhale to the left side and come back to center. Exhale, try to touch your ears on the shoulder and inhale, come to center. Exhale, try to touch your ears on the shoulder on left side and come back to center. Exhale and inhale. Breathe out to the left side and come to the center. Last one more. Exhale on the right side. Come back with the breath in to the center and exhale and come back to the center with normal breathing. അടുത്തതായി ശ്വാസം എടുത്തുകൊണ്ട് കഴുത്ത് ക്ലോക്ക് വൈസിൽ, അതായത് വലതുഭാഗത്തോട്ട് പതിയെ കൊണ്ടുവരിക. അത് കഴിഞ്ഞ് ശ്വാസം പുറന്തള്ളുമ്പോൾ പതിയെ ഇടതുഭാഗത്തു കൂടി താഴോട്ട് കൊണ്ടുവരിക. അത് കഴിഞ്ഞ് നമ്മുടെ താടി ചെസ്റ്റിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ വീണ്ടും ഇടതുഭാഗത്തു കൂടി ശ്വാസമെടുത്ത് ആൻറ്റി ക്ലോക്ക് വൈസിൽ താഴേക്ക് ശ്വാസം വിട്ടുകൊണ്ട് വലതുഭാഗത്തു കൂടി കൊണ്ടുവരിക. വീണ്ടും ക്ലോക്ക് വൈസിൽ ഇൻഹേൽ and come back to the center position, exhalation, then come back again, inhale and exhale to the center. Again we'll do the clockwise, inhale and exhale slowly. Breathe in and breathe out slowly. Rotate again, inhale and exhale, inhale and exhale. We'll do inhale and slowly exhale. On the other side, inhale and exhale. Make sure you try to touching the ears on the shoulder. Inhale and come to the down. Exhale. Last one, inhale and come to the other side. Exhale and inhale and come to the other side. Exhale and relax normally. അടുത്തതായി ഷോൾഡർ മൂവ്മെൻറ്റ്സ് ആണ്. അതിനായി ശ്വാസം എടുക്കുമ്പോൾ നമ്മുടെ രണ്ട് ഷോൾഡറും പരിപൂർണമായും മുകൾ ഭാഗത്തേക്ക് കൊണ്ടുവരിക, ലിഫ്റ്റപ്പ് ചെയ്യുക. എക്സലേഷൻ, ഷോൾഡർ താഴോട്ട് കൊണ്ടുവരിക. വീണ്ടും ഇൻഹേൽ ആൻഡ് സ്ലോലി എക്സേൽ. ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്. വൺ മോർ, ഇൻഹേൽ and exhale. Last one more. With inhalation, lift up the shoulder, in and exhale. Then again relax. അടുത്തതായി ഷോൾഡർ മൂവ്മെൻറ്റ് റൊട്ടേഷൻ ആണ്. അതിനായി ശ്വാസം എടുക്കുമ്പോൾ നമ്മുടെ ഷോൾഡർ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരിക. ശ്വാസം പുറന്തള്ളുമ്പോൾ പതിയെ റിലാക്സായി വരിക. വീണ്ടും ഇൻഹേൽ ആൻഡ് എക്സേൽ. സെയിം ഡയറക്ഷൻ. ഇൻഹേൽ ആൻഡ് എക്സേൽ. ബ്രീത്ത് ഇൻ and exhale. Once again, breathe in and exhale. Now in the opposite direction, breathe in and exhale. Breathe in and exhale. Breathe in
and exhale. Breathe in and exhale. One more, breathe in and exhale and relax. അടുത്തതായി എൽബോ ജോയിൻറ്റ് മൂവ്മെൻ്റ് ആണ്. അതിനായി നമ്മുടെ ഇടത് കൈ ഉപയോഗിച്ച് വലത് കൈമുട്ടിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് റൊട്ടേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ശ്വാസം എടുക്കുകയും അതുപോലെ തന്നെ സാവകാശം ശ്വാസം പുറന്തള്ളുകയും ചെയ്തുകൊണ്ട് നോർമൽ ബ്രീത്തീസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നമുക്കിത് ചെയ്യാവുന്നതാണ്. വൺസ് അഗെയിൻ റൊട്ടേറ്റ് സ്ലോലി and in a comfortable position. Make that elbow is supporting properly and it is rotation completing with clockwise direction, and slowly come back to the anti-clockwise direction. Anti-clockwise directionil വീണ്ടും അതുപോലെ കണ്ടിന്യൂ ചെയ്യാം. 3 4 and completing with the 5th round. Then slowly move down to the other hand. വീണ്ടും വലത് കൈ ഉപയോഗിച്ച് ഇടത് കൈമുട്ടിനെ സപ്പോർട്ട് ചെയ്ത് ഇതുപോലെ തന്നെ ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ എൽബോ റൊട്ടേറ്റ് ചെയ്യാവുന്നതാണ്. കുറഞ്ഞത് 5 പ്രാവശ്യമെങ്കിലും ചെയ്യുക, അതല്ലെങ്കിൽ 10 പ്രാവശ്യം ചെയ്യാവുന്നതാണ്. ക്ലോക്ക് വൈസ് ഡയറക്ഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സാവകാശം ആൻറ്റി ക്ലോക്ക് വൈസിൽ ചെയ്യാം. 1 2 ബ്രീത്തിങ് ആൻഡ് ബ്രീത്ത് ഔട്ട് നോർമൽ ബ്രീത്തിങ്ങിൽ കണ്ടിന്യൂ ചെയ്യുക. 4 ലാസ്റ്റ് 1 മോർ റൗണ്ട് ആൻഡ് ഇറ്റ് ഈസ് 5th ആൻഡ് റിലാക്സ്. അടുത്തതായി ഇരു കൈമുട്ടുകളും ശരീരത്തിനോട് ചേർത്ത് വച്ചതിന് ശേഷം ബ്രീത്ത് ഇൻ ചെയ്യുമ്പോൾ നമ്മുടെ 2 കൈപ്പത്തികളും മുകളിലേക്ക് മടക്കുക. അതുപോലെ ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ സാവകാശം പുറകിലേക്ക് നീട്ടിവെക്കുക. വീണ്ടും ഇൻഹേൽ ആൻഡ് സ്ലോലി എക്സേൽ ആൻഡ് കീപ് ദ ഹാൻഡ്സ് ഓൺ ദ ടോപ്പ് ഓഫ് ദ നീ. അഗെയിൻ ഇൻഹേൽ ആൻഡ് എക്സേൽ. Once again breathe in, both the hands up to the shoulder and exhale. Last one, inhale and relax and keep on the top of the knee and just relax. അടുത്തതായി നമ്മുടെ റിസ്റ്റ് ജോയിൻറ്റിനുള്ള മൂവ്മെൻറ്റ്സ് ആണ്. തള്ളവിരൽ നമ്മുടെ കൈപ്പത്തിയുടെ അകത്ത് വരുന്ന രീതിയിൽ വെച്ച് മറ്റെല്ലാ വിരലുകളും കൊണ്ട് ഫോൾഡ് ചെയ്ത് കൈ നേരെ വെച്ച് പിടിക്കുക. ശ്വാസം എടുക്കുമ്പോൾ നമ്മുടെ കൈപ്പത്തി മടക്കി വച്ചിരിക്കുന്നത് മുകൾ ഭാഗത്തേക്കും ശ്വാസം വിട്ടുകൊണ്ട് താഴെ ഭാഗത്തേക്കും ചലിപ്പിക്കുക. അതുപോലെ ശ്വാസം എടുത്തുകൊണ്ട് മുകൾ ഭാഗത്തേക്കും ശ്വാസം എടുത്തുകൊണ്ട് വീണ്ടും താഴെ ഭാഗത്തേക്കും ചലിപ്പിക്കുക. വീണ്ടും ഇൻഹേൽ and slowly exhale down. Inhale and slowly exhale down. Last one more. Inhale and exhale down and relax. ഇരു കൈവിരലുകളും മടക്കി വച്ചിരിക്കുന്ന അതേ പൊസിഷനിൽ നിന്നും കൈകൾ രണ്ടും ഫേസ് ടു ഫേസ് വരുന്ന രീതിയിൽ തിരിച്ചു വയ്ക്കുക. ശ്വാസം അകത്തേക്ക് എടുത്തുകൊണ്ട് കൈകൾ രണ്ടും മുകൾ ഭാഗത്തേക്കും ശ്വാസം പുറന്തള്ളിക്കൊണ്ട് പതിയെ താഴെ ഭാഗത്തേക്കും മടക്കുക. അതിനുശേഷം വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് മുകൾ ഭാഗത്തേക്കും ശ്വാസം എക്സെയിൽ ചെയ്യുമ്പോൾ താഴെ ഭാഗത്തേക്കും കൊണ്ടുവരിക. വീണ്ടും ഇൻഹേൽ ആൻഡ് സ്ലോലി എക്സെയിൽ ഡൗൺ. വൺസ് അഗെയിൻ ഇൻഹേൽ ആൻഡ് സ്ലോലി ഡൗൺ. അടുത്തതായി റിസ്റ്റ് റൊട്ടേഷനാണ്. അതിനായി കൈകൾ രണ്ടും നീട്ടിപ്പിടിച്ച് വിരലുകൾ മടക്കി വെച്ച് സാധാരണ ശ്വാസഗതിയോട് കൂടിയിട്ട് നമ്മുടെ റിസ്റ്റ് റൊട്ടേറ്റ് ചെയ്യാം 5 പ്രാവശ്യം. അത് ആദ്യമായി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ 5 ടൈംസ് പ്രാക്ടീസ് ചെയ്യുക. ശ്വാസം ഇൻഹേൽ ആൻഡ് എക്സേൽ ഇൻ നോർമൽ പൊസിഷൻ and keep practicing on the same rotation for 5 times. Once we complete the
clockwise direction, we'll slowly come back to anti-clockwise direction. 1 and 2. Make sure breathing in and out normally. Just inhale and exhale. Just inhale and exhale. Last one more round. Just inhale and exhale and relax. അടുത്തതായി കൈപ്പാദത്തിൻ്റെ പുറകുവശത്തിനുള്ള മൂവ്മെൻറ്റ്സ് ആണ്. അതിനായി ഇരു കൈകളും നീട്ടിപ്പിടിച്ചതിന് ശേഷം ശ്വാസമെടുത്ത് ശ്വാസം പുറന്തള്ളുമ്പോൾ പതിയെ ഇരു കൈകളും കൈപ്പത്തികളും താഴേക്ക് മടക്കുക. അത് കഴിഞ്ഞ് ഇൻഹെയിൽ ചെയ്യുമ്പോൾ മുകൾ ഭാഗത്തേക്കും, വിത്ത് എക്സലേഷൻ ഡൗൺ ആൻഡ് ഇൻഹെയിൽ അപ്പ്, എക്സേൽ ഡൗൺ and inhale up. Again exhale down and inhale up. Again exhale down and inhale up. Again exhale down. ഇരു കൈപ്പത്തികളും നെഞ്ചിന് മുൻവശത്തായി വയ്ക്കുക. അതിനുശേഷം ഇൻഹെയിൽ ചെയ്യുമ്പോൾ ഈ രണ്ട് കൈപ്പാദങ്ങളും മുകളിലേക്ക് മടക്കുകയും അതുപോലെ എക്സെയിൽ ചെയ്യുമ്പോൾ താഴേക്ക് കൊണ്ടുവരികയും ചെയ്യുക. വൺസ് അഗെയിൻ ഇൻഹെയിൽ അപ്പ് ആൻഡ് എക്സെയിൽ ഡൗൺ. ഇൻഹെയിൽ അപ്പ്, എക്സെയിൽ ഡൗൺ. നോ മൂവ്മെൻറ്റ്സ് ടു ദ എൽബോ. ഇൻഹെയിൽ ആൻഡ് എക്സെയിൽ ഡൗൺ. ഇൻഹെയിൽ അപ്പ് ആൻഡ് എക്സെയിൽ ഡൗൺ and relax. അടുത്തതായി കൈപ്പാദത്തിനുള്ള എക്സസൈസാണ്. അതിനായി ഇരു കൈകളും നീട്ടിപ്പിടിച്ചതിന് ശേഷം അഗെയിൻ സെയിം പ്രൊസീജിയർ, എല്ലാ വിരലുകളും തുറന്നു വെച്ച് ഇൻഹേൽ അപ്പ് ആൻഡ് എക്സേൽ ഡൗൺ. ഇൻഹേൽ അപ്പ് ആൻഡ് എക്സേൽ ഡൗൺ. ഇൻഹേൽ അപ്പ് ആൻഡ് എക്സേൽ ഡൗൺ. ബ്രീത്ത് ഇൻ and breathe out, and just breathe in and breathe out, then relax. അടുത്തതായി ഇരു കൈമുട്ടുകളും മടക്കി രണ്ട് കൈപ്പാദങ്ങളും നെഞ്ചിന് മുൻവശത്തായി ക്രമീകരിക്കുക. അതിനുശേഷം വീണ്ടും എല്ലാ വിരലുകളും തുറന്നു വെച്ച് എക്സേൽ ഡൗൺ ആൻഡ് ഇൻഹേൽ അപ്പ് and exhale down. Inhale up. Once again exhale down. Inhale up. Exhale down. Inhale. Exhale down. Inhale up and relax normally. അടുത്തതായി വിരലുകൾക്കുള്ള മൂവ്മെൻറ്റ്സ് ആണ്. അതിനായി ഇരു കൈകളും നീട്ടിപ്പിടിച്ചതിന് ശേഷം ശ്വാസം അകത്തേക്ക് എടുത്തുകൊണ്ട് വിരലുകൾ മാക്സിമം സ്ട്രെച്ച് ചെയ്യുക. അത് കഴിഞ്ഞ് എക്സേൽ, ടൈറ്റൻ ഇറ്റ് മാക്സിമം, ടൈറ്റൻ. അത് കഴിഞ്ഞ് വീണ്ടും ഇൻഹേൽ, സ്പ്രെഡ് ദ ഫിംഗേഴ്സ് ആൻഡ് എക്സേൽ, ടൈറ്റൻ ഇറ്റ് മാക്സിമം, ടൈറ്റൻ. And again inhale, stretch out all the fingers and exhale, tighten, tighten. And again inhale and exhale. Again inhale, exhale and inhale. അടുത്തതായി ഇരു കൈകളും നമസ്കാര മുദ്രയിൽ നമ്മുടെ നെഞ്ചിന് മുൻവശത്തായി വയ്ക്കുക. അതിനുശേഷം ശ്വാസമെടുത്ത് ശ്വാസം പുറത്തോട്ട് വിടുമ്പോൾ വലതുഭാഗത്തേക്ക് മാക്സിമം സ്ട്രെച്ച് ചെയ്യുക. Again inhale and come to the center. Exhale to the left side, maximum stretching, and inhale to the center. Again exhale to the right side. Inhale to the center. Exhale to the left side. Inhale to the center. Again exhale to the right side and inhale to the center.
Again, exhale to the left side and inhale to the center, and exhale to the right side and inhale to the center, and exhale to the left side, inhale to the center. Last one, exhale to the right side and inhale to the center, exhale to the left side and come back to the center into the normal position. അടുത്തതായി നമ്മുടെ നടുഭാഗത്ത് ഹിപ്പ് ജോയിൻ്റ് ഏരിയയിലുള്ള മൂവ്മെൻ്റാണ്. അതിനായി ഇരു കൈകളും നമ്മുടെ അരക്കെട്ടിൽ വെച്ചതിന് ശേഷം ശ്വാസം അകത്തേക്ക് എടുത്തുകൊണ്ട് നമ്മൾ പുറകുവശത്തേക്ക് ബെൻഡ് ചെയ്യുക. അതിനുശേഷം ശ്വാസം പുറത്തോട്ട് വിട്ടുകൊണ്ട് നമ്മുടെ അരഭാഗത്തു നിന്നും 90 ഡിഗ്രി ആംഗിൾ ഫ്രണ്ടിലേക്ക് ബെൻഡ് ചെയ്യുക. വീണ്ടും ഇൻഹേൽ ആൻഡ് കം ടു മാക്സിമം സ്ട്രെച്ചിങ് ടുവേഴ്സ് ദ ബാക്ക് സൈഡ്. ഫ്രണ്ടിലോട്ട് വരുമ്പോൾ എക്സേൽ ചെയ്തുകൊണ്ട് മുൻവശത്തേക്ക് ബെൻഡ് ചെയ്യുക. അതിനുശേഷം വീണ്ടും ഇൻഹേൽ, മാക്സിമം പുറകുവശത്തേക്ക് എന്നിട്ട് ബെൻഡ് ചെയ്യുക. വീണ്ടും എക്സേൽ ടുവേഴ്സ് ദ ഫ്രണ്ട് സൈഡ് ടു 90 ഡിഗ്രി. വീണ്ടും ഇൻഹേൽ ചെയ്തുകൊണ്ട് പുറകുവശത്തേക്ക് ബെൻഡ് ചെയ്യുക. വീണ്ടും ശ്വാസം പുറന്തള്ളിക്കൊണ്ട് മുൻഭാഗത്തേക്ക് കുനിയുക 90 ഡിഗ്രി ആംഗിളിൽ. വീണ്ടും ഇൻഹേൽ, മാക്സിമം ഇൻഹേൽ ചെയ്യുക, ബെൻഡ് പുറകുവശത്തേക്ക്. വീണ്ടും exhale to the front side and inhale, come to the standing normal position. അടുത്തതായി ശ്വാസം എടുത്ത് ശ്വാസം പുറന്തള്ളുമ്പോൾ നമ്മൾ വലതുവശത്തേക്ക് പതിയെ ബെൻഡ് ചെയ്യുക. വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് come to the center. Again exhale towards the left side and inhale towards the center. Once again exhale to the right side, come to the center and exhale towards the left side and come to the center, and exhale towards the right side and come to the center. Exhale towards the left side, inhale towards the center, exhale towards the right side, inhale to the center, exhale towards the left side and come to the center, exhale towards the right side, inhale to the center, exhale towards the left side and come to the center and relax. അടുത്തതായി ബോഡി ട്വിസ്റ്റിംഗ് ആണ്. അതിനായി ഇരു കൈകളും നേരെ പിടിച്ച് റൈറ്റ് സൈഡിലേക്ക് എക്സേൽ ചെയ്യുക. അതുപോലെ ശ്വാസം എടുത്തുകൊണ്ട് സെൻറ്റർ പോർഷനിലേക്ക് വരിക. വീണ്ടും എക്സേൽ ചെയ്തുകൊണ്ട് ലെഫ്റ്റ് സൈഡിലേക്ക് മാക്സിമം ട്വിസ്റ്റ് ചെയ്യുക. വീണ്ടും കം ടു ദ സെൻറ്റർ വെൻ ഇൻഹേലിംഗ്. എക്സേൽ ടു ദ റൈറ്റ് സൈഡ് കംപ്ലീറ്റ്ലി ആൻഡ് ഇൻഹേൽ ടു ദ സെൻറ്റർ. And again exhale to the left side and come to the center. Exhale towards the right side and come to the center. Again ശ്വാസം പുറത്തോട്ട് വിട്ടുകൊണ്ട് ലെഫ്റ്റ് സൈഡിലേക്ക് ടേൺ ചെയ്യുക. and ശ്വാസം എടുത്തുകൊണ്ട് നേരെ വരിക. വീണ്ടും exhale to the right side and come to the center and just relax. അടുത്തതായി ട്രങ്ക് റൊട്ടേഷനാണ്. അതിനായി ഇരു കൈകളും അരക്കെട്ടിൽ വെച്ചതിന് ശേഷം നോർമൽ ബ്രീത്തിങ് ചെയ്തുകൊണ്ട് നമ്മുടെ അരഭാഗം മുൻവശത്തേക്കും പുറകുവശത്തേക്കുമായി സാവധാനം കറക്കിക്കൊണ്ടുവരിക. 5 പ്രാവശ്യം ക്ലോക്ക് വൈസ് റൊട്ടേഷനിൽ കൊണ്ടുവരിക. നോർമൽ ബ്രീത്തിങ്, ജസ്റ്റ് ഇൻഹേൽ ആൻഡ് എക്സേൽ. Keep repeating. Inhale and exhale. Continue doing till the 5 rounds and do the anti-clockwise direction. Breathing normally, inhalation and exhalation.
and just keep doing. Focus on breathing and slowly do it. Make a good and nice movement to the hip trunk area and just relax. അടുത്തതായി തൈ മസിൽസിനുള്ള എക്സസൈസാണ്. നമ്മുടെ തുടഭാഗത്തിലുള്ള മസിലുകൾക്ക് സ്ട്രെങ്തൻ നൽകുന്നതാണ്. ഇരു കൈകളും മുൻവശത്തേക്ക് നീട്ടിവെച്ച് ഒരു സാങ്കല്പിക ചെയറിൽ ഇരിക്കുന്ന രീതിയിൽ എക്സേൽ ചെയ്തുകൊണ്ട് മുട്ടുകൾ മടക്കുക. ഇൻഹേൽ ആൻഡ് കം ടു സ്റ്റാൻഡിംഗ് പൊസിഷൻ. Again exhale and sit up, and inhale and come and stand. Exhale and sit, and inhale and come up. Exhale and sit down. Inhale and come up, and exhale and come down. Inhale and come up, and just relax. അടുത്തതായി ഇടതുകാൽ സ്ട്രെയിറ്റായി വെച്ച് വലതുകാൽ മടക്കി അത് നമ്മുടെ ഇടത് കാലിന് മുകൾ ഭാഗത്ത് വെച്ച് ഇടത് കൈ ഉപയോഗിച്ച് നമ്മുടെ പാദം ഹോൾഡ് ചെയ്ത് വലത് കൈ കൊണ്ട് വലത് മുട്ട് മുകൾ ഭാഗത്തേക്കും താഴത്തേക്കുമായി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇൻഹേൽ ചെയ്തുകൊണ്ട് മുകളിലേക്കും എക്സേൽ ചെയ്തുകൊണ്ട് താഴേക്കും കൊണ്ടുവരിക. വീണ്ടും ഇൻഹേൽ ആൻഡ് എക്സേൽ ഡൗൺ. ഇൻഹേൽ അപ്പ് ആൻഡ് എക്സേൽ ഡൗൺ. ഇൻഹേൽ അപ്പ് and relax normally. And we will do for the left leg. Keep the right leg straight and inhale up and exhale down. 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 Inhale up and exhale down and relax and comfortably sit. അടുത്തതായി കാൽമുട്ടിൻ്റെ ജോയിൻസിനുള്ള മൂവ്മെൻറ്റ്സ് ആണ്. അതിനായി സ്റ്റാൻഡപ്പ് ചെയ്ത് നിൽക്കാം. അതിനുശേഷം മുട്ടുകൾ മടക്കി ഇരു കൈകളും കാൽമുട്ടിന് മുകളിൽ വയ്ക്കുക. അതിനുശേഷം ശ്വാസം പുറന്തള്ളുമ്പോൾ ഇരു കാൽമുട്ടുകളും ബെൻഡ് ചെയ്യുക. ഇൻഹേൽ ചെയ്യുമ്പോൾ നേരെ നിവർന്നു നിൽക്കുക. വീണ്ടും എക്സേൽ and come back to inhalation and normal standing, and exhale and come to bending. Inhale to normal, exhale to bending position, and inhale to normal, and just relax. അടുത്തതായി ഇരുമുട്ടുകളും ബെൻഡ് ചെയ്തതിന് ശേഷം റൊട്ടേറ്റ് ചെയ്യുകയാണ്. ആദ്യമേ ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യാം. ബ്രീത്തിങ് നോർമൽ ബ്രീത്തിങ് ആണ്. ഇൻഹേൽ ആൻഡ് എക്സലേഷൻ. നമ്മൾ വൺസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൻറ്റി ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യാം 5 times. 1, 2, and just normal breathe in and exhalation. Keep continuing for 5 times. And കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം റിലാക്സ് ചെയ്ത് സ്റ്റാൻഡ് ചെയ്യാം. അടുത്തതായി ഇരു കാലുകളും 1 feet ഡിസ്റ്റൻസിൽ അകത്തി വെച്ചതിന് ശേഷം കൈ രണ്ടും കാൽമുട്ടുകളിൽ മുകളിൽ വെച്ച് വീണ്ടും സെയിം റൊട്ടേഷനാണ്. ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ആദ്യം 5 times. 2, 3. ബ്രീത്തിങ് നോർമൽ ബ്രീത്തിങ് ആണ്. ഇൻഹേൽ ആൻഡ് എക്സേൽ. കീപ്പ് ഓൺ ഫോക്കസ് ഓൺ ബ്രീത്തിങ്. ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കംപ്ലീറ്റ് ആയാൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ചെയ്യാം. 2, 3, 4. അഗെയിൻ നോർമൽ ബ്രീത്തിങ് ആണ്. Come back to normal position and just relax. അടുത്തതായി കാഫ് മസിൽ മൂവ്മെൻറ്റ്സ് ആണ്. അതിനായി ഫുൾ സിറ്റപ്പാണ് ചെയ്യുന്നത്. നമ്മൾ ആദ്യമായി ഇരു കൈകളും രണ്ട് സൈഡിൽ വെച്ചതിന് ശേഷം കൈമുട്ടുകൾ മടക്കി ഫുൾ സിറ്റപ്പ് ചെയ്യുമ്പോൾ എക്സേൽ ചെയ്യുക. അതുപോലെ ഇരു കൈകളും രണ്ട് വശങ്ങളിൽ കൂടി ഇൻഹേൽ ചെയ്ത് വരിക. വീണ്ടും എക്സേൽ കംപ്ലീറ്റ് സിറ്റപ്പ് ആൻഡ് ഇൻഹേൽ. Again exhale and inhale. Exhale completely and inhale. Last one, exhale and inhale and come to normal relaxing position. അടുത്തതായി ശ്വാസം എടുത്തുകൊണ്ട് വലത് കാൽമുട്ട് മടക്കിക്കൊണ്ട് ഇൻഹേൽ ചെയ്യുക. വീണ്ടും എക്സേൽ ചെയ്തുകൊണ്ട് മുൻവശത്തേക്ക് വരിക.
inhale and exhale, inhale and exhale, inhale and exhale, inhale and come to normal. ഇതേ കാര്യം ഇടത് കാൽ ഉപയോഗിച്ചും പ്രാക്ടീസ് ചെയ്യുക. ഇൻഹെയിൽ ചെയ്തുകൊണ്ട് ഇടത് കാൽമുട്ട് മടക്കി പുറകുവശത്തേക്ക് കൊണ്ടുവരിക. എക്സേൽ ചെയ്തുകൊണ്ട് കാൽ മുൻവശത്തേക്ക് കൊണ്ടുപോവുക. എക്സേൽ ആൻഡ് ഇൻഹേൽ, എക്സേൽ ആൻഡ് ഇൻഹേൽ, എക്സേൽ ആൻഡ് ഇൻഹേൽ, എക്സേൽ ആൻഡ് ഇൻഹേൽ, എക്സേൽ ആൻഡ് ഇൻഹേൽ ആൻഡ് കം ടു ദ നോർമൽ പൊസിഷൻ. അടുത്തതായി ആംഗിൾ ജോയിൻറ്റ് മൂവ്മെൻ്റ് ആണ്. അതിനായി ഇരുന്നതിന് ശേഷം ഇരു കാൽപാദങ്ങളും നീട്ടിവെച്ച് ആംഗിൾ ജോയിൻറ്റിൽ നിന്നും ബെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എക്സേൽ ചെയ്തുകൊണ്ട് കംപ്ലീറ്റ്ലി ബെൻഡ് ഫോർവേഡ് ആൻഡ് ഇൻഹേൽ ടു ദ ബാക്ക്, എക്സേൽ ആൻഡ് ഇൻഹേൽ, എക്സേൽ ടു ദ ഫ്രണ്ട് ആൻഡ് ഇൻഹേൽ ടു ദ ബാക്ക്, അഗെയിൻ എക്സേൽ ടു ദ ഫ്രണ്ട്, ഇൻഹേൽ ടു ദ ബാക്ക്. അടുത്തതായി ഇരു കാലുകളുടെയും ആംഗിൾ റൊട്ടേഷനാണ്. നോർമൽ ബ്രീത്തിങ്ങോടുകൂടി ആദ്യമായി ക്ലോക്ക് വൈസിൽ 5 റൗണ്ട്സ് കംപ്ലീറ്റ് ചെയ്യുക. ബ്രീത്ത് ഇൻ ആൻഡ് ഔട്ട് ജസ്റ്റ് നോർമലി. 5 റൗണ്ട്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം സ്ലോലി കം ടു ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ 5 റൗണ്ട്സ്. കീപ് കണ്ടിന്യൂയിങ്. Inhale and exhale with normal breathing and complete the 5 rounds. അടുത്തതായി കാൽ വിരലുകളുടെ മൂവ്മെൻറ്റ്സ് ആണ്. അതിനായി ആദ്യമായി വലതുകാലെടുത്ത് ഇടത് കാലിന് മുകൾ വശത്തായി വയ്ക്കുക. അതിനുശേഷം വലത് കാൽമുട്ട് വലത് കൈ ഉപയോഗിച്ച് പ്രസ് ചെയ്യുകയും അതുപോലെ വലത് കാലിൻ്റെ വിരലുകൾ കംപ്ലീറ്റ്ലി ഹോൾഡ് ചെയ്തതിന് ശേഷം റൊട്ടേറ്റ് ചെയ്യുക. അതും 5 ടൈംസ് ചെയ്യുക. 1 സൈഡ് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, അതിനുശേഷം ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ 5 ടൈംസ് റിപ്പീറ്റ് ചെയ്യുക വിത്ത് നോർമൽ ബ്രീത്തിങ് ആൻഡ് റിലാക്സ്. നെക്സ്റ്റ് ഡു ഇറ്റ് ഓൺ ദ ലെഫ്റ്റ് ലെഗ്. എല്ലാ കാൽവിരലുകളും ഒരുമിച്ച് ആദ്യം ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്ക് 5 ടൈംസ് റൊട്ടേറ്റ് ചെയ്യുക വിത്ത് നോർമൽ ബ്രീത്തിങ്. അതിനുശേഷം ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും 5 ടൈംസ് റൊട്ടേറ്റ് ചെയ്യുക. അഗെയിൻ വിത്ത് നോർമൽ ബ്രീത്തിങ് ആൻഡ് ഫൈനലി കം ബാക്ക് ടു ദ നോർമൽ സിറ്റിംഗ് പൊസിഷൻ ആൻഡ് റിലാക്സ്. അടുത്തതായി ടോസ് ടൈറ്റൻ ചെയ്തുകൊണ്ട് എക്സേൽ ചെയ്യുക. മാക്സിമം ടൈറ്റൻ ആൻഡ് ഇൻഹേൽ, അഗെയിൻ ടൈറ്റൻ, then come back and inhale, tighten fully and exhale and come back, again tighten and come back to back and tighten and again come to the normal and relax and comfortably sit. सर्वे भवन्तु सुखिनः, सर्वे सन्तु निरामयाः, सर्वे भद्राणि पश्यन्तु, मा कश्चित् दुःखभाग् भवेत्. ഓം ശാന്തി ശാന്തി ശാന്തി. സൂക്ഷ്മവ്യായാമം ഏത് പ്രായക്കാർക്കും അതുപോലെ ഏത് സമയത്തും ഒരുപോലെ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. വരും ദിവസങ്ങളിൽ ബ്രീത്തിങ് എക്സസൈസിനെ കുറിച്ച് വിശദമായൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.